മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വർഷം 2025 മാർച്ച് 29 രാത്രി ഏകദേശം 11 മണിക്ക് തൻ്റെ സ്വരാശിയായ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് ശനി രാശി മാറുന്നതാണ്. ശനി നിങ്ങളുടെ 2ഉം 3ഉം ഭാവങ്ങളുടെ അധിപനാണ്. 4ാം ഭാവമായ മീനത്തിലേക്കാണ് രാശി മാറുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മാർച്ച് 29 മുതൽ കണ്ടകശനിയുടെ പ്രഭാവം ആരംഭിക്കും എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കണ്ടകശനി, ഏഴര ശനി എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഭയം ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചാരവശാൽ ചില പൊസിഷനിൽ എത്തുമ്പോഴാണ് ഈ സ്ഥിതികൾ ഉണ്ടാകുന്നത്. ഇത് നാച്ചുറലായി സംഭവിക്കുന്നതാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത് ചില പ്രീകോഷൻസ് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. ഒരു കണക്കിന് ശനി നമുക്കല്പം ട്രെയിനിങ്ങും നൽകുന്നു എന്ന് വിചാരിച്ചാലും മതി. ശനി കർമ്മപ്രിയനാണ്, കർമ്മഫലപ്രദായിയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും, ഈ ജന്മത്ത് ചെയ്തതായാലും മുജ്ജന്മത്ത് ചെയ്തതായാലും ശനി ഫലങ്ങൾ നൽകുമെന്നുള്ളത് ഉറപ്പാണ്. ശനിയുടെ ഈ രാശിമാറ്റവും കണ്ടകശനിയുടെ പ്രഭാവങ്ങളും എന്തൊക്കെയായിരിക്കും നിങ്ങളിൽ ചെലുത്തുന്നത് എന്ന് ഇനി നമുക്ക് നോക്കാം. ശനി രാശി മാറുന്നത് 4ാം ഭാവത്തിലേക്കാണല്ലോ. ഇത് കേന്ദ്രസ്ഥാനമാണ്. ഇവിടെ ശനി സാധാരണയായി ശുഭഫലങ്ങളാണ് നൽകുന്നത്. 4ാം ഭാവം സുഖസ്ഥാനമാണ്. 4ാം ഭാവം ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 4ാം ഭാവം ആർഭാട വസ്തുക്കൾ, ആഭരണം, മാതാവ് എന്നിവയുമായിട്ടുമെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് പ്രോപ്പർട്ടികളിൽ ചില പരിവർത്തനങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അതായത് റിപ്പയറിങ്ങും മറ്റും ചെയ്യുക, അതല്ലെങ്കിൽ പുതിയ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, വസ്തുക്കൾ വാങ്ങുക, വിൽക്കുക, ഈ വക കാര്യങ്ങളിൽ ആക്റ്റീവാകുന്നതായിരിക്കും. ഇതിൽ നിന്നെല്ലാം ലാഭസ്ഥിതികളും ലഭിക്കുന്നതുമായിരിക്കും. ശനി ധനസ്ഥാനാധിപനുമാണല്ലോ. ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ശനി ഈ സമയത്ത് നിങ്ങളെ കൊണ്ട് കൂടുതൽ പരിശ്രമം ചെയ്യിക്കുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ ഫലങ്ങൾ മുഴുവനും ലഭിക്കുമെങ്കിലും അത് അല്പം താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത്. അതിനാൽ നിരാശപ്പെടാതെ നിരന്തരം പരിശ്രമം ചെയ്യുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ തീർച്ചയായും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശനിയുടെ 3ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ലോൺ ഓവർ ബർഡൻ ഉള്ളതാകാൻ പാടില്ല. അതുപോലെ എന്തിനു വേണ്ടിയാണോ ലോൺ എടുക്കുന്നത് ആ പൈസ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. ഈ സമയത്ത് പണമിടപാടുകൾ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. കണ്ണടച്ചാരെയും വിശ്വസിക്കുവാൻ പാടില്ല. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം. ശനിയുടെ 7ാം ദൃഷ്ടി നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും. കരിയറിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയം നല്ലതായിരിക്കും. ശനിയുടെ 10ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 1ാം ഭാവത്തിലാണ്. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കോട്ടം തട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. മെയ് 14 മുതൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി ഇവിടെ പതിക്കുമ്പോൾ സ്ഥിതികളിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ ശനിയുടെ ഈ രാശിമാറ്റം ധനുരാശിക്കാർക്ക് കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. എപ്പോഴും ഒരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ജാതകത്തിൽ ശനി ഉച്ചസ്ഥാനത്തോ സ്വരാശിയിലോ ബലവാനായിട്ടോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ശനി പ്രീതിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
നേരായ മാർഗത്തിൽ കൂടെ വേണം പൈസ സമ്പാദിക്കുവാൻ. യാതൊരുവിധ ഷോർട്ട് കട്ടും ഉപയോഗിക്കാൻ പാടില്ല. മറ്റുള്ളവരെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ പാടില്ല. ലഹരി പദാർത്ഥങ്ങൾ, മദ്യ, മാംസാദികൾ എന്നിവ പാടെ ഉപേക്ഷിക്കണം. അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അർഹതയുള്ളവരെ കഴിയുന്നത്ര സഹായിക്കുവാൻ ശ്രമിക്കണം. ഇതെല്ലാം തന്നെ ശനിപ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.